പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കെതിരായ വിദ്വേഷ പരാമർശം കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം. തോൽവി ഉറപ്പായതോടെ അധികാരം നിലനിർത്താൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുന്നുവെന്നും VD സതീശൻ. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. അബ്ദുൾ, കാഫിർ സ്ക്രീൻഷോട്ടിന് പുറമെ പേരാമ്പ്രയിലും വിവാദ പരാമർശം VD സതീശൻ ശക്തമായി ഉന്നയിക്കുകയാണ്. സരിക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ്. അതിന് സമാനമായ രീതിയിലാണ് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ ഇത്തരത്തിൽ വിവാദ അനൗൺസ്മെന്റ് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്ന ആരോപണം. അതായത് തോൽവി മുന്നിൽ കണ്ട് ഇത്തരത്തിൽ പരിഭ്രാന്തരായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിലേക്കൊക്കെ LDF കടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തോൽവി ഉറപ്പായതോടെ അധികാരം നിലനിർത്താൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുക എന്നത് പിണറായി വിജയന്റെയും CPIMന്റെയും തീരുമാനമാണ്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിക്കൊണ്ടവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. സമൂഹത്തിൽ വർഗീയത കലർത്താൻ ശ്രമിച്ചവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണ് വലിയ രീതിയിൽ ചർച്ചയായതെങ്കിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഈ LDFന്റെ വിവാദ അനൗൺസ്മെന്റ് വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. ഇതിനെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തിയും അതോടൊപ്പം തന്നെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയും പിണറായി വിജയൻ സർക്കാരിന്റെ ഇരുണ്ട കാലത്തിനെതിരായ ജനവികാരത്തിൽ നിന്നും പുറത്തു വരാം എന്നതാണ് LDF അല്ലെങ്കിൽ CPM പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് UDFന്റെ നിലവിലെ ആവശ്യം. സരിക, ശരി, അബ്ദുൾ റഹീമാണ് വിശദാംശങ്ങൾ നൽകിയത്.